ഇന്ന് നമുക്ക് ഫിസിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങൾ പഠിക്കാം. ആറ്റം സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ജോൺ ഡാൾട്ടൺ. ആറ്റം സിദ്ധത്തിൻ്റെ ഉപജ്ഞാതാവ് ജോൺ ഡാൾട്ടൺ. ആറ്റം സിദ്ധത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ജോൺ ഡാൾട്ടൺ. ആദ്യമായി സോഡിയം അതിൻ്റെ സംയുക്തത്തിൽ നിന്ന് വൈദ്യുതി ഉപയോഗിച്ച് വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ. ആദ്യമായി സോഡിയം അതിൻ്റെ സംയുക്തത്തിൽ നിന്ന് വൈദ്യുതി ഉപയോഗിച്ച് വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ സർ ഹംഫ്രി ഡേവി. സർ ഹംഫ്രി ഡേവിയാണ് ആദ്യമായി സോഡിയം അതിൻ്റെ സംയുക്തത്തിൽ നിന്ന് വൈദ്യുതി ഉപയോഗിച്ച് വേർതിരിച്ചെടുത്തത്. വൈദ്യുതി വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ പൊതുവെ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. മൈക്കൽ ഫാരഡെ. വൈദ്യുതി വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മൈക്കൽ ഫാരഡെ. ഡിസ്ചാർജ് ട്യൂബിന് രൂപം കൊടുത്ത ശാസ്ത്രജ്ഞൻ. ഡിസ്ചാർജ് ട്യൂബിന് രൂപം കൊടുത്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ഹെൻറിച്ച് ഗ്ലീസർ. ഡിസ്ചാർജ് ട്യൂബിന് രൂപം കൊടുത്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ഹെൻറിച്ച് ഗ്ലീസർ. ഹെൻറിച്ച് ഗ്ലീസറാണ് ഡിസ്ചാർജ് ട്യൂബിന് രൂപം കൊടുത്ത ശാസ്ത്രജ്ഞൻ. ടി വിയുടെ പിക്ചർ ട്യൂബ് ഡാഷ് ട്യൂബാണ്. ടി വിയുടെ പിക്ചർ ട്യൂബ് ഏത് ട്യൂബാണ്? ടി വിയുടെ പിക്ചർ ട്യൂബ് ഏത് ട്യൂബാണ്? കാഥോഡ് റേ ട്യൂബ്. കാഥോഡ് റേ ട്യൂബ്. അപ്പോൾ ടി വിയുടെ പിക്ചർ ട്യൂബ് എന്ത് ട്യൂബാണ്? കാഥോഡ് റേ ട്യൂബ്. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ ആരാണ്? യൂഗൻ ഗോൾഡ്സ്റ്റീൻ. യൂഗൻ ഗോൾഡ്സ്റ്റീനാണ് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ. അപ്പോൾ ഇന്ന് ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.